ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ ഒരു നിത്യവൈദ്യൻ്റെ കുരു നടാനുണ്ട്. അത് ഞാനൊന്ന് നട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഇത് കണ്ടോ, ഇതാണ് നിത്യവൈദ്യൻ്റെ കുരുവായത് കണ്ടോ. ഇത് നടാൻ വേണ്ടിയിട്ടാണ് ഈ കുരുവാണ് നടുന്നത്. ഇതിനിടയ്ക്ക് നട്ടത് കുരു പൊടിച്ചിട്ടില്ല, അതുകൊണ്ട് ശരിയായിട്ടില്ല. അതുകൊണ്ട് ഒന്നും കൂടി നടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഞാൻ ഇതിൽ നടുന്നതെന്ന് വെച്ചാൽ വാഴക്കുറുക്കലയിലും ഈ പുല്ലിലും കാടിലും എല്ലാം കൂടിയാണ് നടുന്നത്. പുല്ലിലും ചീമക്കൊന്നയിലും കൂടിയാണ് നടുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ പുല്ല് നിറക്കുക, ഇതേപോലെ പുല്ല് നിറക്കുക, ഇതുപോലെ പുല്ല് നിറച്ചിട്ട് നമ്മൾ വേണ്ട വെച്ചാൽ വാഴക്കുറുക്കല ഇടുക. എനിക്ക് വാഴക്കുറുക്കലില്ല, ഇതേപോലെ വാഴക്കുറുക്കലിട്ട് ഇതേപോലെ വാഴക്കുറുക്കലിട്ടിട്ട് നല്ലപോലെ നറക്കണം. നല്ലപോലെ കുത്തി അരിയിൽ ശരിയാക്കണം. എന്നാൽ മാത്രമേ ഇത് നിൽക്കുള്ളൂ. ഈ വാഴക്കുറുക്കലയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അധികം ഈ വെള്ളം അടിയിലിങ്ങനെ പിടിച്ച് നിൽക്കില്ല, അതിന് താണു കിട്ടും. പിന്നെ കരിയിലെ ചപ്പ് വേണമായിരുന്നു. കരിയിലെ ചപ്പ് കൊണ്ടുവന്നതില്ല, അതുകൊണ്ട് ഇന്ന് കരിയിലിരുന്നില്ല. കരിയിലെ ചപ്പ് ഇതല്ല. ഇന്നിപ്പോൾ ചീമക്കൊന്നി, പിന്നെ മുറ്റത്തെ കാടും പിന്നെ ചീമക്കൊന്നയും കൂടിയാണ് ഇന്ന് ഇടുന്നത്. അതിന് ഇതിനകത്ത് ഇടുന്നത് വാഴക്കുറുക്കൽ നമ്മൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ ഈ ചീമക്കൊന്നയും കൂടി പൊടിച്ചിടട്ടെ. ചീമക്കൊന്ന ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചീമക്കൊന്നയാണ്. ചീമക്കൊന്ന ഇല്ലാതെ ഞാൻ ഒരു കൃഷിയും ചെയ്യലില്ല. ചീമക്കൊന്ന ചാണകത്തിന് സമമാണ്. അത് ഏത് സമയത്തും ഞാൻ ചീമക്കൊന്ന ഉപയോഗിക്കുന്നുണ്ട്. ചീമക്കൊന്ന കൃഷി ചെയ്യുന്നവർ, ജൈവ കൃഷി ചെയ്യുന്നവർ ചീമക്കൊന്ന ഒഴിവാക്കാൻ പാടില്ല. അത് ആദ്യം അത്യാവശ്യമാണ് എന്ന് എനിക്ക് പറയാനുണ്ട്. ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഇതേപോലെ എല്ലാ കൃഷിയും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും മാത്രമല്ല എല്ലാ കൃഷിയും ഒന്ന് പോയിന് രണ്ടാമതും നട്ടിട്ട് നമുക്ക് വേണ്ടുന്ന ഇതുണ്ടാക്കി ഞാൻ വെക്കലാണ്. ഇതുണ്ടല്ലോ, ഇതേപോലെ നടക്കുക. ചീമക്കൊന്ന ഞാൻ ഇഷ്ടം പോലെ നട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ചീമക്കൊന്നൊക്കെ ഒരു പഞ്ഞവുമില്ല. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുക. ചീമക്കൊന്ന ഒഴിവാക്കണ്ട. എല്ലാവരും ഒരു കഷ്ണം എഴുതും കിട്ടിയിട്ട് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കൊല്ലത്തുമ്പോഴേക്ക് ഇഷ്ടം പോലെ കുറേശ്ശെ അടിയിലെല്ലാം നട്ടു കൊടുക്കുക. ഇഷ്ടം പോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ പോട്ടി മിശ്രിതം ഇടാൻ പോകും. നീലിപ്പോൾ അതെല്ലാം ഇട്ട് വെച്ചാൽ പോട്ടി മിശ്രത്തിൽ കുമ്മായം, പിന്നെ ആട്ടിൻ്റെ പൊടി, വേപ്പെണ്ണ, വേപ്പൻ പിണ്ണാക്ക്, ചകിരിച്ചോറ്, പിന്നെ എല്ലുപൊടി, ഈ സാധനങ്ങൾ, പിന്നെ കമ്പോസ്റ്റ് വളം, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിട്ടിട്ടുള്ളത്. ഇതും കൂടി ഞാൻ ഇനിയിപ്പോൾ ഇതിനകത്ത് നിറക്കട്ടെ. ഇതാണ് എൻ്റെ വളം. ഇതല്ലേ, ഇതും കൂടി നിറച്ചിട്ട് മുളയിൽ നട്ടു കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു ചതുരപ്പയറും കൂടി നടാനുണ്ട്. അത് ഇന്ന് നടുന്നില്ല. അതും നിങ്ങൾക്ക് ഞാൻ നട്ട് കാണിച്ചു തരാം. ഇനിയിപ്പം പൊടിച്ച് വിട്ടില്ല. എൻ്റെ അടുത്തുള്ള വിത്തല്ല, വേറെ കടയിൽ നിന്ന് മേടിച്ച വിത്താണ്. അതുകൊണ്ട് പൊടിച്ച് വിട്ടോ നോക്കട്ടെ, എന്നിട്ടെല്ലാം പറയാം. ഇപ്പം ഇനി നമുക്ക് ഇതിനകത്ത് വിത്ത് നടാം. ഇത് 2 വേലേക്കാക്കി നടാനേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. വിത്ത് പൊടിച്ച് കിട്ടുമെന്നുള്ള ഉറപ്പില്ല. വിത്ത് കുരുവേ ഉള്ളൂ. അത് 4 വെച്ച് 2 എണ്ണത്തിൽ നടാം. എന്നിട്ട് ബാക്കി ലാസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ തൈ ആക്കിയിട്ട് പറിച്ച് മാറ്റാം. 2 തയ്യേ വേണ്ടു ഒരു കുണ്ടിൽ. ഇപ്പം 4 ഞാൻ നടുന്നുണ്ട് ഒരു കുണ്ടിൽ. നട്ട് നോക്കട്ടെ. നിത്യവഴുതന ഉണ്ടായാൽ ഇഷ്ടംപോലെ എല്ലാ ദിവസവും പിന്നെ വഴുതനങ്ങ അതിൻ്റെ ഇത് നമുക്ക് വിളവെടുക്കാൻ കഴിയും. വിളവെടുത്താൽ നമുക്ക് ദിവസവും കറി വെക്കാൻ നല്ല സാധനമാണ്. നല്ല വിറ്റാമിനുള്ള സാധനം തന്നെയാണ്. അതെല്ലാവരും ഇതുപോലെ കൃഷി ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. എല്ലാവരും വീഡിയോ കാണണം, എല്ലാം സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് അടിക്കുക. അതും കൂടി നിങ്ങൾ ചെയ്യണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം.